സുഹൃത്തുക്കളെ, നിങ്ങൾ സ്പിറ്റി വാലി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിരിക്കേണ്ട പ്രധാന സ്ഥലങ്ങളാണ് പത്തേമാരിയുടെ ഇന്നത്തെ വീഡിയോയിൽ. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ കാണുന്നതാണ് ചന്ദ്രതാൾ ലേക്ക്. മണാലിയിൽ നിന്ന് 120 കിലോമീറ്റർ ദൂരത്താണ് ചന്ദ്രതാൾ. ദിവസത്തിൽ ഒരു തവണ മാത്രമുള്ള ബസ്സിലോ ടാക്സി വിളിച്ചോ നമുക്കിവിടെ എത്തിച്ചേരാം. തടാകത്തിൽ നിന്ന് 4 കിലോമീറ്റർ മാറി കാണുന്ന തരത്തിലുള്ള ടെൻറ്റിലുള്ള താമസ സൗകര്യം മാത്രമേ ഇവിടെയുള്ളൂ. ഇതാണ് ബേട്ടൽ എന്ന പ്രദേശം. ചന്ദ്രതാളിൻ്റെ ബേസ് ക്യാമ്പാണ് ബേട്ടൽ എന്ന് പറയാം. ഇവിടെയും താമസിക്കാൻ ടെൻറ്റ് സൗകര്യം മാത്രമേ ഉള്ളൂ. മണാലി കാസ റോഡിലുള്ള ബേട്ടലിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രതാൾ. ബേട്ടലിൽ നിന്ന് കാസയിലേക്ക് പോകുന്നത് കുൻസും പാസ് എന്ന ഈ പ്രദേശത്തു കൂടിയാണ്. വർഷത്തിൻ്റെ ഭൂരിഭാഗ സമയത്തും മഞ്ഞുമൂടി കിടക്കുന്ന ഒരു വലിയ ചുരമാണ് കുൻസും പാസ്. ഏതാനും ബുദ്ധസ്തൂപങ്ങളും മഞ്ഞുമൂടിയ മലകളുമാണ് പ്രധാന കാഴ്ച. ചന്ദ്രതാളിൽ നിന്ന് 85 കിലോമീറ്റർ യാത്ര ചെയ്താൽ കീ മൊണാസ്ട്രിയിലെത്താം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബുദ്ധവിഹാരമായിട്ടാണ് കീ മൊണാസ്ട്രി അറിയപ്പെടുന്നത്. മൊണാസ്ട്രിയിൽ താമസ സൗകര്യമുണ്ട്. അടുത്തുള്ള പട്ടണമായ കാസയിലേക്ക് 14 കിലോമീറ്റർ മാത്രമാണ് ദൂരം. രാജകുമാരി പർവ്വതം എന്നറിയപ്പെടുന്ന ചൗചൗ ചാ നിൽഡ പർവ്വതത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ലാങ്സ. ഗ്രാമത്തിൻ്റെ ലാൻഡ്മാർക്കായിട്ടുള്ള വലിയ ബുദ്ധപ്രതിമയാണ് പ്രധാന ആകർഷണം. കാസ പട്ടണത്തിൽ നിന്ന് 16 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഹിമാലയൻ ഗ്രാമം. കാസയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരത്തുള്ള ഹിമാലയൻ ഗ്രാമമാണ് കിബ്ബർ. കല്ലുകൊണ്ടുള്ള 80 വീടുകളാണ് ഇവിടെയുള്ളത്. വേനൽക്കാലത്ത് കാസയിൽ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഹിക്കിം. 1983 ഈ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. കാസ പട്ടണത്തിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഗ്രാമം. 4440 മീറ്റർ ഉയരത്തിലുള്ള ഈ പോസ്റ്റ് ഓഫീസ് സഞ്ചാരികളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വില്ലേജാണ് കോമിക്. 4587 മീറ്റർ ഉയരത്തിലുള്ള കോമിക് വില്ലേജിൽ 130 ആളുകൾ മാത്രമാണ് താമസം. കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്തായി കാണുന്ന ചെറിയ മൊണാസ്ട്രിയാണ് ഗ്രാമത്തിൻ്റെ മറ്റൊരാകർഷണം. $13,596 ഉയരത്തിൽ ചിച്ചം, കിബ്ബർ എന്നീ 2 ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ചിച്ചം ബ്രിഡ്ജാണിത്. 2017 ഉദ്ഘാടനം ചെയ്ത ഈ പാലം 15 വർഷമെടുത്താണ് പൂർത്തിയാക്കിയത്. ആയിരം വർഷത്തിലധികം പഴക്കമുണ്ട് ഈ മൊണാസ്ട്രിക്ക്. കാസയിൽ നിന്ന് ഏകദേശം 34 കിലോമീറ്റർ ദൂരമുണ്ട്. താമസിക്കാനുള്ള ചെറിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയായി സ്പിതി വാലിയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇന്ന് ധൻഗർ. ധൻഗർ മൊണാസ്ട്രിയിൽ നിന്ന് 31 കിലോമീറ്റർ ദൂരത്തുള്ള ടാബോ ബുദ്ധ മൊണാസ്ട്രിയാണിത്. 996 AD റോയൽ ലാമ എന്നറിയപ്പെടുന്ന യഷേ എന്ന ബുദ്ധരാജാവാണ് ഈ മൊണാസ്ട്രി പണി കഴിപ്പിച്ചത്. കാസയിൽ നിന്നും വരുമ്പോൾ ധൻഗർ മൊണാസ്ട്രിയും ടാബോ മൊണാസ്ട്രിയും കണ്ട് നാക്കോ വില്ലേജിൽ താമസിക്കുന്നതായിരിക്കും ഉചിതം. ടാബോ മൊണാസ്ട്രിയിൽ നിന്ന് ഏകദേശം 34 കിലോമീറ്റർ ദൂരത്തുള്ള ഗു മൊണാസ്ട്രിയാണത്. ചൈന ബോർഡറിനോട് വളരെ അടുത്തുള്ള ഈ പ്രദേശത്തിന് ചൈന പലതവണ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്.
ടിബറ്റിൽ നിന്നുള്ള ഒരു ബുദ്ധസന്യാസിയുടെ മമ്മി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഗൂ മൊണാസ്ട്രിയിൽ നിന്ന് 48 കിലോമീറ്റർ ദൂരെയാണ് നാക്കോ വില്ലേജും ലേക്കും സ്ഥിതി ചെയ്യുന്നത്. നിരവധി ഹോം സ്റ്റേകളുണ്ട് നാക്കോയിൽ. 128 വീടുകൾ മാത്രമുള്ള ഈ വില്ലേജിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൊണാസ്ട്രിയും നാക്കോ ലേക്കും കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള പുരാതന വീടുകളുമാണ് പ്രധാന ആകർഷണം. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗിയുടെ നാടാണ് കൽപ്പ. കിന്നോർ ജില്ലയുടെ തലസ്ഥാനമായ റെക്കോംബിയോയിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം ദൂരെയാണ് കൽപ്പ. ഷിംലയിൽ നിന്ന് 260 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ആപ്പിളിന് പേരുകേട്ട ഈ നാട്. നിരവധി ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഉണ്ട് ഇവിടെ. കൽപ്പയിൽ നിന്നും 38 കിലോമീറ്റർ ദൂരെയായി ആപ്പിൾ മരങ്ങളുടെ താഴ്വരയാണ് സാംഗ്ല വാലി. ഇന്ത്യയിലെ അവസാന വില്ലേജായ ചിത്കുളിലേക്കുള്ള യാത്രയിലെ പ്രധാന ആകർഷണമാണ് ഈ ഹിമാലയൻ താഴ്വര. ടിബറ്റൻ ബോർഡറിനോട് ചേർന്നുള്ള ഇന്ത്യയിലെ അവസാന വില്ലേജാണ് ചിത്കുൾ. ഷിംലയിൽ നിന്നും 235 കിലോമീറ്റർ ദൂരമുണ്ട്. അടുത്തുള്ള പ്രധാന ടൗൺ 63 കിലോമീറ്റർ ദൂരെയുള്ള റെക്കോംബിയോ ആണ്. ധാരാളം ഹോട്ടലുകളും ഹോം സ്റ്റേകളുമുണ്ട് ചിത്കുളിൽ.